ഒരു പ്രസിദ്ധമായ വാചകം വായിച്ചതിങ്ങനെ: ഞാൻ ദൈവത്തോട് ശക്തി ചോദിച്ചു, എന്നാൽ എന്നെ ശക്തനാക്കാൻ ദൈവം എനിക്ക് ബുദ്ധിമുട്ടുകൾ നൽകി. ഞാൻ ജ്ഞാനം ചോദിച്ചു, എന്നാൽ ദൈവം എനിക്ക് പരിഹരിക്കാൻ പ്രശ്നങ്ങൾ തന്നു. ഞാൻ അഭിവൃദ്ധി ആവശ്യപ്പെട്ടു, എന്നാൽ ദൈവം എനിക്ക് ജോലി ചെയ്യാനുള്ള ധൈര്യവും തലച്ചോറും നൽകി. ഞാൻ ധൈര്യം ചോദിച്ചു, എന്നാൽ മറികടക്കാൻ ദൈവം എനിക്ക് പ്രതിസന്ധികൾ തന്നു. ഞാൻ ക്ഷമ ചോദിച്ചു, എന്നാൽ കാത്തിരിക്കാൻ നിർബന്ധിതനായ സാഹചര്യങ്ങളിൽ ദൈവം എന്നെ ആക്കി. ഞാൻ സ്നേഹം ചോദിച്ചു, എന്നാൽ ദൈവം എന്നെ സഹായിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളെ തന്നു. ഞാൻ അനുഗ്രഹങ്ങൾ ചോദിച്ചു, എന്നാൽ ദൈവം എനിക്ക് അവസരങ്ങൾ നൽകി. ജീവിതം ആസ്വദിക്കുവാൻ വേണ്ടി ഞാൻ എല്ലാം ചോദിച്ചു, പകരം അവൻ എനിക്ക് അവിടുത്തെ ജീവിതം നൽകി. I received nothing I wanted, but I received everything I needed. ഞാൻ ആഗ്രഹിച്ചതൊന്നും എനിക്ക് ലഭിച്ചില്ല, എന്നാൽ എനിക്ക് ആവശ്യമുള്ളതെല്ലാം ലഭിച്ചു. നമ്മുടെ പൊതുവെയുള്ള പരാതി ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ പലതും കേൾക്കുന്നില്ല എന്നതാണ്. ഇത് നാം നമ്മുടെ പക്ഷത്തു നിന്നും പറയുന്നതെങ്കിൽ, ദൈവത്തിൻ്റെ സ്വഭാവം എന്നത് നമുക്ക് ദോഷമായി വരുന്നതൊന്നും തരുന്നില്ല എന്നതും നന്മയ്ക്കായിട്ടുള്ളത് മാത്രം തരുന്നു എന്നതുമാണ്. നാം ചോദിക്കുന്നതെല്ലാം ദൈവം തരുന്നുവെങ്കിൽ ഒരുപക്ഷെ പലതും തീരാ ദുഃഖമായി മാറിയേക്കാം. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ കഴിവുള്ളവനാണ് നാം സേവിക്കുന്ന ദൈവം. എന്നാൽ നാം ചോദിക്കുന്നത്, നാം നനയ്ക്കുന്നത് ചെയ്തു തരണമോ വേണ്ടായോ എന്ന് ദൈവമാണ് തീരുമാനിക്കുന്നത്. സർവപ്രധാനമായ യേശു കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചത് നമ്മുടെ പാപങ്ങൾക്കുള്ള പരിഹാരത്തിനും നിത്യജീവൻ നൽകുവാനുമായിട്ടാണ്. ക്രിസ്തുയേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ചവരായ നമുക്കാർക്കും നിത്യജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ നമ്മുടെ ദൈവം വളരെ ശ്രദ്ധിക്കുന്നു. അതുകൊണ്ട് പലപ്പോഴും നിത്യജീവന് ഭീഷണിയാകുന്ന നമ്മുടെ പല പ്രാർത്ഥനകൾക്കും ദൈവം മറുപടി നൽകുന്നില്ല. അതുകൊണ്ട് നാം അറിഞ്ഞിരിക്കേണ്ടത്, ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ അതുപോലെ കേട്ട് അതിനുത്തരം നൽകാത്തത്, ഒന്ന്, ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നതിനാലാണ്. 2, ദൈവം നമ്മെ കരുതുന്നു. 3, ദൈവം നമ്മെ പരിപാലിക്കുന്നു. 4, നാം ദൈവത്തിൻ്റെ കരത്തിൽ സുരക്ഷിതരാണ്. 5, നന്മയ്ക്കായി സകലവും കൂടി വ്യാപരിപ്പിക്കുന്നു. നാം ചോദിക്കുന്നത് ദൈവം തരുന്നില്ല എങ്കിലും നമ്മുടെ നന്മയ്ക്കായുള്ളതെല്ലാം ദൈവം ഓരോ ദിവസവും നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നു. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.